ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രൈഡൽ ഹെയർ ബ്രൂച്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള നല്ല ലെങ്ത്തും വെയിറ്റും ഉള്ള ടൈപ്പ് ഹെയർ ബ്രൂച്ചാണ്. കാരണം ഇത് ക്രിസ്റ്റൽ ബീഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ മെറ്റീരിയൽ വന്നിട്ട് ക്രിസ്റ്റൽ ബീഡ് വരുന്നുണ്ട്. ആ ബ്ലൂ കളറിൽ വരുന്നതാണ് ക്രിസ്റ്റൽ ബീഡ് കേട്ടോ. പിന്നെ ഗോൾഡൻ ബീഡ്സ് വരുന്നുണ്ട്, അത് സാധാ ബീഡാണ്. പിന്നെ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഫ്ലവേഴ്സ് അത്യാവശ്യം ഡിമാൻഡഡ് ആയിട്ടുള്ള ഫ്ലവറാണ്, കുറച്ച് റെയർ ആയിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് 2 ടൈപ്പ് ഗിയർ വയറാണ് വേണ്ടത്. ഒന്ന് 3mm ഒന്ന് 4mm. അടുത്തത് വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവറാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒരു ഓഫ് വൈറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് കേട്ടോ അതിലുള്ളത്. കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ എൻഡ് വന്നിട്ട് ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കും, ഇങ്ങനെ പൂർത്തിരിക്കും, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു ബീഡിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് ഇങ്ങനെ ഗ്ലേസ് ചെയ്യും, നല്ലതായിട്ട് ഗ്ലേസ് ചെയ്യും. ഇത് വെച്ചിട്ട് മാല ഉണ്ടാക്കാം, കമ്മൽ ഉണ്ടാക്കാം. ബ്രൂച്ച് എല്ലാം ഉണ്ടാക്കിയാൽ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിളങ്ങും, അത്രയും ഭംഗിയാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഈ ഒരു ഗോൾഡൻ ബീഡാണ് കേട്ടോ. ഇത് സാധാ ബീഡാണ്, പക്ഷെ നല്ല കോട്ടിങ് വരുന്ന ബീഡാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ചെറിയ സൈസിൽ വരുന്ന ബീഡാണ്, കുഞ്ഞു കുഞ്ഞു ബീഡ്സാണിത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി പാർട്ടുകൾ ഉണ്ടാക്കാനായിട്ട് 3mmൻ്റെ ഗിയർ വയർ എടുക്കുക. അത് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണേ. ഇനി ആ ഒരു കമ്പിയിൽ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. നല്ല നീളത്തിന് വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ബാലൻസ് വരുന്ന ആ ഒരു 2 കമ്പി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഒരു സൈഡിൽ 2 ഓപ്പോസിറ്റ് സൈഡിൽ 2 വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ആ ബാലൻസ് വരുന്ന ആ ഒരു 2 കമ്പി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണേ. അപ്പോൾ ഇതേ നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ പോലെ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ബ്രൂച്ചിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഇത് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അടുത്തത് ഇനി ഈ ഒരു ഗോൾഡിലാണ് ചെയ്യേണ്ടത്. ഈ ഒരു ബ്ലൂ എങ്ങനെയാണോ ചെയ്തെടുത്തത് അതേപോലെ തന്നെയാണ് ഈ ഒരു ഗോൾഡും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു മെറ്റീരിയലിന് മാത്രമാണ് ചേഞ്ച് ഉള്ളത്. ഉണ്ടാക്കിയത് രണ്ടും ഒരേപോലെ തന്നെയാണ്, രണ്ടും ഒരേ സൈസിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗോൾഡ് വെച്ചിട്ടുള്ള പാർട്ട് കുറച്ചധികം ഉണ്ടാക്കി വെച്ചതുണ്ട്. കണ്ടില്ലേ, ഇത്രയും പാർട്സുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂ എത്രത്തോളം ഉണ്ടോ അത്രയും വേണം ഈ ഒരു ഗോൾഡും. അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു പാർട്ട് ഉണ്ടാക്കാൻ നമ്മൾ 3mmൻ്റെ ഗിയർ വയറാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക, എന്നിട്ട് ഫ്ലവർ കോർത്ത് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക, ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു കുഞ്ഞു ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക, ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 3 ഫ്ലവേഴ്സാണ് കേട്ടോ പിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഒരു ഫ്ലവറും കൂടെ പിരിച്ചു കൊടുക്കാനുണ്ട്. അതിനായിട്ട് ബാലൻസ് വരുന്ന ആ ഒരു 2 കമ്പി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു കമ്പിയിൽ കുഞ്ഞു ബീഡ് കോർക്കുക, ഫ്ലവർ ബീഡ് കോർക്കുക, വീണ്ടും കുഞ്ഞു ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുക്കുക.
അതിനുശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ 4 ഫ്ലവേഴ്സ് വന്നിട്ടുള്ള പാർട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ആ ബാലൻസ് വരുന്ന 2 കമ്പി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കി കമ്പി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇതേ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 4 സെറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 4 mm ഗിയർ വയർ എടുക്കുക. അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു വയറിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും പിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബ്ലൂ പാർട്ടാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ നേരെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കോർത്ത് കൊടുക്കുമ്പോൾ താഴെ പിരിച്ചു കൊടുത്തിട്ടുള്ള കമ്പികളൊക്കെ ഇങ്ങനെ ഹൈഡായിട്ട് കിടക്കും. അപ്പോൾ അത് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു ഗോൾഡൻ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ല, ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതേ ഗോൾഡൻ ബീഡിൻ്റെ പാർട്ട് വെച്ചതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ആ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏത് പാർട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും നടുവിലൂടെ ആ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. കാരണം ഇങ്ങനെ ഫില്ലായി കിടക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ബ്ലൂ കളറിലുള്ള പാർട്ട് വെച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് അത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഒരു ബ്ലൂ പാർട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെയും തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളുടെ ബ്രൂച്ച് ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ ഫില്ലായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. നല്ല മുകളിലോട്ട് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിന്നോളും. അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും നല്ല ഭംഗിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമുക്കിനി മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലവേഴ്സും ക്രിസ്റ്റൽ ബീഡ്സും സാദാ ബീഡ്സ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഈ ഒരു ഫ്ലവേഴ്സ് വന്നിട്ട് ബ്രൈഡലിന് യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത് കുറച്ച് ഡിമാൻഡഡ് ആയിട്ടുള്ള ഫ്ലവറാണ്. ഒരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം നമ്മൾ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. എത്ര ഇല്ലയെന്ന് പറഞ്ഞിരിക്കുന്നവർക്കും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള റേറ്റാണ് നമ്മളിതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഗിയർ വയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് ഐറ്റംസ് നമ്മളുടെ കയ്യിലുണ്ട്. കളേഴ്സിലും ഓഫ് വൈറ്റിലും വരുന്ന ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് ആണെന്നുണ്ടെങ്കിലും കളേഴ്സിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബീഡ്, റൗണ്ട് ബീഡ്, അതുപോലെ കുഞ്ഞു ബീഡ് എല്ലാം ഗോൾഡിലും വൈറ്റിലുമാണ് വരുന്നത്. എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഗിയർ വയർ വന്നിട്ട് 2 കളേഴ്സിലാണ്, സിൽവറിലും ഗോൾഡിലുമാണുള്ളത്. അത് 3mm 45 രൂപ, 4mm 55 രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന പാർട്ടുകളെല്ലാം നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഇത്രയും ലെങ്ത്തിലാണ് ഫസ്റ്റത്തെ പാർട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാർട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 പാർട്ട് നമ്മളിതുപോലെ ക്രോസിന് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അത് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് പിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് ആ ഒരു കമ്പി ആ ഒരു ബ്രൂച്ചിൻ്റെ ഇടയിലൂടെ അങ്ങ് ചുറ്റി അങ്ങ് കൊടുത്താൽ മതി. നല്ല ടൈറ്റായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മളുടെ 2 പാർട്ടുകളും നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ കുറച്ച് ഫ്ലവേഴ്സ് വെക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു കെട്ടിയ ഭാഗം ഒന്ന് ഹൈഡായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് അവിടെ വെക്കുകയാണ്. അതിനായിട്ട് ഇതുപോലെയുള്ള ഒരു ഫ്ലവർ എടുക്കുകയാണേ.
ആ ഒരു ഫ്ലവർ ആ ഒരു സെൻറ്റർ പോർഷനിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങ് കെട്ടി കൊടുക്കുകയാണ്. ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളത് നന്നായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഹെയർ ബ്രൂച്ച് റെഡിയായി. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ആ ഒരു ഫ്ലവേഴ്സും ആ ഒരു ക്രിസ്റ്റൽ ബീഡുമാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് വരുന്നത്. ക്രിസ്റ്റൽ ബീഡ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ഇത്. കുറച്ചേ ഉള്ളൂ, പക്ഷേ ആ ഒരു ക്രിസ്റ്റലിൻ്റെ ആ ഒരു വെയിറ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ നമ്മളുടെ ബ്രൂച്ച് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്രൂച്ച് എല്ലാം കൊണ്ടും നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബ്രൂച്ച് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെറ്റീരിയൽസ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.